ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ഐസാം വ്ലോഗ്സ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. വേറെ ഒന്നല്ല, എന്റെ ഫ്രണ്ടായ വാവ, നമ്മളെ റാഷിദ് അലി വാവന്റെ കല്യാണാണ് ഗൈസ് ഇന്ന്. അപ്പൊ എന്താ വെച്ചാല് ഞാനും അവനൊക്കെ പറഞ്ഞൊരു 7 കൊല്ലത്തിന്റെ മേലക്കുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ കൂട്ടത്തിലത്തെ വാവന്റെ കല്യാണമാണ്. അപ്പൊ ഒരുപാട് സന്തോഷത്തിലാണ് ഞാനും. അപ്പൊ ഓന് ഞാനൊക്കെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ ടിക്ടോക്ക് ഇല്ല കാലത്തില്ല ഫ്രണ്ട്ഷിപ്പാണ്. ഓന് ഇവിടെ വന്നിട്ടും ഷാജൊക്കെ ഇവിടെ നിന്നിട്ട് വീഡിയോസ് ഒക്കെ നിങ്ങളെ യൂട്യൂബൊക്കെ മുമ്പത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയും. അപ്പൊ അങ്ങനെയാണ് നമ്മളെ സ്വന്തം വീട് ഇതിലാണ്. ഓനിക്കും ഷാജൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുള്ളും പോയി വരവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടത്തൊരു അനിയനെ പോലെയാണ് ഓന്. നമുക്ക് അനിയന് ഫ്രണ്ട് അങ്ങനെയൊക്കെ എന്തും പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അത്രത്തോളം ഭയങ്കര ഫ്രണ്ട്. അപ്പോൾ അവൻ്റെ ഒരു കല്യാണം നടത്താൻ നമുക്ക് ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഈവനിങ് ആണ് റിസപ്ഷന് കാര്യങ്ങൾ. ഞാൻ മോർണിംഗ് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കാര്യങ്ങളും ഒക്കെ പെൻഡിങ്ങിലുണ്ട്. അതൊക്കെ തീർത്തിട്ടാണ് ഇപ്പോൾ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഫതിലും മാമി എല്ലാവരും ബാപ്പയൊക്കെ അവിടെ മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ട്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറണം. അപ്പോൾ ഞാൻ പോയേക്കാം. നമുക്ക് അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ലാമി ഇപ്പം ഭയങ്കര പണിയിലാണ്. ഇതൊക്കെ എന്താ ലാമി? ഫാബ് ത്രെഡ്സിന്റെ ഓർഡർ കേട്ടോ ഗൈസ്. നമ്മളെ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പേജ് ചെക്കൗട്ട് ചെയ്യാട്ടോ. പിന്നെ ലാമി ഒരുക്ക ഉണ്ടില്ലേ നമ്മളെ കോസ്റ്റ്യൂം ഇട്ടുകണ്ട് നമ്മളെ കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ പേജിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ലാമി ഇന്ന് വാവൻ്റെ അടുക്ക് വരുന്നത്. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് വേണമല്ലേ ലാമി മാറ്റി പോയാൽ നമുക്ക് സെറ്റാക്കി. ഒരുപാട് ഷർട്ട് മോഡലൊക്കെ ഉണ്ടല്ലേ ഒരു. അതെ, അപ്പൊ കുറെ മോഡൽസ് ഉണ്ട്. ഇതൊക്കെ ഓർഡർ തന്നെ കേട്ടോ. ഇനിയുണ്ട്. അപ്പൊ പോവാ. പേജ് ചെക്കൗട്ട് ചെയ്യില്ല. അത് കുറഞ്ഞ റേറ്റിനല്ലേ നമ്മൾ കൊടുക്കണത്? ആണ് നമുക്ക് പിന്നെ കസ്റ്റമൈസ് പ്രൊഡക്റ്റ് ആവുമ്പോ നമ്മള് പ്രൊഡക്റ്റ് ഒക്കെ അഫോർഡബിൾ റേറ്റ് ആട്ടാ. നമുക്ക് നിങ്ങളെ പേജ് നമ്മൾ ചെക്കൗട്ട് ചെയ്താലേ നമുക്ക് അറിയാം. അതാട്ടോ ഇമ്പോർട്ടൻറ്റ് സാധനം കേട്ടോ. നമ്മളത് ഇതൊക്കെ ഈ നീല കവറിലൊക്കെ പുതിയ ഓർഡർ വന്നാട്ടോ. വർത്ത് സാധനം ഇരിക്കണം. അപ്പൊ സാധനം സെറ്റ് ചെയ്യേ. ഞാൻ മറ്റേ ഡ്രസ്സും അതും കൂടി പാക്ക് ചെയ്യണ്ടേ? നമ്മൾ കൊടുക്കാൻ പോവാണല്ലേ ആശിക? ഇത് കൊടുക്കാനല്ലേ ഓർഡർ? ബാക്കിലുണ്ട്. ഫുള്ള് മണ്ടി പച്ചുണ്ട്. 2:50 3:30 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം കേട്ടോ അവൻ്റെ. നമ്മള് നല്ല രാത്രി വാങ്ങിയതാണല്ലേ? എത്ര മണിക്ക്? 12 മണിന്റെ ഒക്കെ ശേഷവും കണ്ണൊക്കെ നോക്കിയാ ഉറങ്ങിയിട്ടില്ല ഗൈസ്. ക്ഷീണുണ്ട്. ഇനിയും കാണിച്ചെടുക്ക്. പിന്നെ നമ്മള് കൊറേ മണ്ടിപ്പാച്ചില് വേറെ മണ്ടിപ്പാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ വാവന്റെ അടുക്ക് പോയാനില്ലേ? പോവാ. അതിപ്പോ വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മളെ ഫാബ് ത്രെഡ്സിൽ കിട്ടിയ ഓർഡർ ആട്ടോ, 2 ഡ്രസ്സിന്. അപ്പോൾ പുറത്തുള്ള ഒരാളാണ് ഓരോ വാലന്റൈന് അയക്കാൻ പറഞ്ഞതാണ്. പിന്നോട് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു. ഒരു ബോക്സിലും സെറ്റാക്കാൻ പറഞ്ഞു. 2 ഡ്രസ്സ് ഓർഡർ ഉണ്ട് നമുക്ക്. നമ്മളിത് കൊണ്ടേ കൊടുക്കാൻ പോണേ. നമ്മളെ അടുത്ത് തന്നെ ഉള്ളതായോണ്ട് നമ്മളിങ്ങനെ ഡെലിവറി ചെയ്യാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞേ. എൻഗേജ്മെന്റ് ആദ്യത്തെ കുറെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ആദ്യം കുറെ മൂല്യം ഉണ്ടാവും, പിന്നെ മാറിക്കൊള്ളില്ല. എന്നാലും ഞങ്ങള് രാത്രി അപ്പള വാങ്ങി അരച്ചു. 12 മണിന്റെ ശേഷം നമ്മൾ ഈ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മള് അവന്റെ പരിപാടി കഴിഞ്ഞ് വന്ന് ഗൈസ്. അപ്പൊ നമ്മള് കൊടുക്കാനായിട്ട് എത്തിട്ടോ. ലൊക്കേഷൻ ഇവിടെയാണോ പറഞ്ഞേ? നമ്മൾ കൊടുക്കാൻ പോവാണ് ഗൈസ്. നമ്മളിപ്പോ അതൊക്കെ കൊടുത്തു വന്നു. ഇനി മാറ്റി പോണം. സത്യം പറഞ്ഞാ വെയ്യട്ടോ. ആശിക്കന്റെ ഒക്കെ മുഖം കണ്ടാ നമുക്ക് മനസ്സിലാവും. ഞങ്ങള് പോവാണ്. നൈറ്റ് മാരേജ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? നോക്ക് ചെക്കന്റെ ഡ്രസ്സൊക്കെ മോനെ എവിടെയും കണ്ട് പരിചയം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. കാണിച്ചു കൊടുക്കൂ. ഒറ്റ സുഹൃത്തിന്റെ കല്യാണത്തിന് പോവാണ്. അപ്പൊ അതിലിവിടെ കിടക്കുക. മാമ മാറ്റിയാണ് ഗായ്സ്. അപ്പൊ ഗായ്സ് എല്ലാരും ഇങ്ങനെ മാറ്റി കേട്ടോ. ഫതിലൊക്കെ മാറ്റി. ഫതിലോ നീച്ച കോസ്റ്റ്യൂം മാറ്റി കൊടുക്കട്ടെ.
മാമ മാറ്റി. ലാമിയേ, ലാമി അന്റെ കോസ്റ്റ്യൂം ഒന്ന് കാട്ടി കൊടുക്കട. വന്ന ഇപ്പൊ കോഴിക്കോട് പോവാ ടൈസാന്. കല്യാണം കഴിഞ്ഞ് നേരെ പോവും. അപ്പൊ കോഴിക്കോട് ഇല്ലോലൊക്കെ എന്തേലൊക്കെ മെസ്സേജ് കമന്റ് ഇടാ. അപ്പൊ ലാമി ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി നിക്കണ്. ലാമിയാണ് കല്യാണത്തിന് കൊണ്ടുപോയത്. പിന്നെ ഈ പേജ് ഗൈസ് ഇത് നമ്മളെ പേജിലത്തെ ഡ്രസ്സ് തന്നെയാണ് അല്ലേ, നമ്മളെ ഫാബ് ത്രെഡ്സിന്റെ കോസ്റ്റ്യൂം തന്നെയാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ്? അതെ. അപ്പം നമ്മളെ പേജിലത്തെ കേട്ടോ നമ്മളെ ഫാബ് ത്രെഡ്സ്. അപ്പം നിങ്ങൾക്ക് പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേജ് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ പേജിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കല്ലേ, വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ചെയ്യാം, പോവാ. ഹായ് ഗൈസ്, അപ്പൊ ഞങ്ങൾ പോയോണ്ട് കേട്ടോ. അപ്പൊ ആമി അവരൊക്കെ മറ്റേ വണ്ടിയിലുണ്ട് അല്ലേ. അപ്പൊ ഫുൾ ആകാംക്ഷ ഞങ്ങൾ കുറച്ച് നേരം വെക്കി നേരത്തെ പോണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പല ഇതായിട്ടില്ലേ ലാമി. കാക്കനെയാണ് വാവന്റെയും ജസ്ലിന്റെയും ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണണ്ടേ. അതെ, ഉച്ചക്ക് മാറ്റിക്കാൻ തുടങ്ങിയതാണ് ഓരോ അവസ്ഥയായി. അപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞ ലാഗാക്കില്ല, ഇത്രയും പെട്ടെന്ന് കൊടുക്കത്തണം. അപ്പൊ ഇവിടെ എത്തിയിട്ടില്ല, വിശേഷം കാണാം. ബൈ ബൈ. ഇവിടെ ലാമി ഛർദിക്കുന്നു, അത് കാണാൻ കുട്ടികള്. ലാമി ഛർദിക്കണ കാണാൻ വരും ഫാൻസ്. പോ കുട്ടികളെ അവിടുന്ന്, ഒന്ന് ഛർദിക്കട്ടെ. സ്വർണ്ണം നല്ലത് കാര്യമായിട്ട് തന്നെ. ഒരു കുട്ടി ആദ്യം വന്നു, എന്നിട്ട് മണ്ടി പോയി മറ്റു കുട്ടികളോട് പറഞ്ഞു ലാമി താത്തിന്റെ പേരിന്റെ അവിടെ ഛർദിച്ചേ. കല്യാണത്തിന് പോകുമ്പോ മുട്ട ബജിയും ചിക്കൻ റോളൊക്കെ തിന്ന എന്താ അല്ലേ. വാവന്റെ കൂടെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയേ. എനിക്ക് കിട്ടിയപ്പോ ഞാൻ തിന്നു. ഒരു മൗണ്ടൻ ഡ്യൂ, ഒരു ട്രോപ്പിക്കാരൻ കേട്ടോ. അടുത്ത് എന്താണ് ആശയെ? ബ്ലോക്ക് ആയിട്ടോടെ ബ്ലോക്ക് ആക്കി. അവന് ഫുഡ് കഴിച്ചിട്ട് ബ്ലോക്ക് ആക്കി. ഒന്ന് ഫ്രണ്ടിക്ക് വേഗം ഫ്രണ്ടിക്കല്ല റിവേഴ്സ് ഇടാൻ പറ്റും. അബി എന്റെ ഫ്രണ്ട്സിന്റെതോ ആരുടെയെങ്കിലും ഒക്കെ പെങ്ങന്മാരെ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേക്കപ്പ് പറയട്ടോ. ഫ്രണ്ട്സ് ഞങ്ങളെത്തി. നേച്ചറിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ റിസോർട്ടിൽ വെച്ചിട്ടാണ് വരിക കേട്ടോ. വരിക ഇത് കണ്ടിട്ട് വരാൻ നിൽക്കണ്ട, കല്യാണം കഴിഞ്ഞു. ഏതപ്പ പരിപാടി ഓടിയടാ ആണോ? അവിടെയാണ് ഗായ്സ് വാവന്റെ അല്ലേ റിസോർട്ട് പറഞ്ഞിട്ട് അടിയിലേക്ക് എത്തി. പാവക്കാക്കുവിന്റെ കല്യാണം. So thank you everybody, thank you so much. ലാമി ലാമിയെ വീട് തിരിഞ്ഞ അന്റെ കളിക്കൂട്ടുകാരത്തി വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു photo അപ്പൊ ഈ നിമിഷം എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഹാപ്പിയാണ് ഗൈസ്. പോയി ജസ്റ്റില്ലേ Yes, we have a dance performance on stage. ദയവായിട്ട് ഇനി ആരും ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിലേക്ക് എത്തരുത്. നമ്മുടെ ഡാൻസ് ടീം റെഡിയാണ്. അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ടി.
പെട്ടെന്നൊരു ഫോട്ടോ കൂടി എടുക്കാം ഈ ഒരു അവസരത്തിന് വേണ്ടി. അതിനുശേഷം ഞാൻ രണ്ടുപേരുടെയും പേരൻസിനെ അല്ലെങ്കിൽ ഫാമിലി കൈയ്യടി പ്രതീക്ഷിച്ചുകൊണ്ട് ഗംഭീരമായിട്ടൊരു ഡാൻസ് പെർഫോമൻസിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഫേമസ് സത്യം പേരിട്ടൂല, വീഡിയോ എല്ലാവരും കാണും. ശരിക്കില്ല പേര് ഐസൻ. മതി മതി. ഫുഡ് ഇൻസ്പെക്ടർ ഷിഹാബ് കൊളത്തൂർ അതുപോലെ ഒരു പെർഫോമൻസ് ഉണ്ട്. സമയമായിട്ട് നമ്മുടെ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പിയായിട്ട് ഫാമിലി ആയിട്ട് പേര് വിളിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും എല്ലാവരും സ്റ്റേജിലേക്ക് എത്തുക. രണ്ടുപേരുടെയും കൂടെയുള്ള മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കുക. ഇന്നത്തെ ദിവസത്തിന്റെ ഓർമ്മയിലേക്ക് നമുക്ക് ഫോട്ടോ സെഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും കൂടെയുള്ള മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കുക. കുഞ്ഞുമോഹൻ ആശിപ്പോഴും വന്നിട്ടില്ല. ഞാൻ കോഴിക്കോട് പോകേണ്ട ആവശ്യത്തിന് ഞാൻ പെട്ടെന്ന് വന്ന് കഴിക്കാണ്. ഇതിന്റെ ഒപ്പം ക്യാമറമാൻ ഉണ്ട്. താങ്ക് യൂടാ, താങ്ക് യു. കമ്പനി വന്നതിന് താങ്ക് യു. ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാണ് കേട്ടോ. ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആശ എടുക്കുമെന്ന് പ്രതീക്ഷിക്കണു. ഫുള്ള് തിരക്കിലല്ലേ. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചോണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോസ് ഒക്കെ വരാണ്ട് എടുക്കണേ, സെറ്റപ്പ് ആക്കണം. ഓക്കെ. ഫോട്ടോ എടുത്തിട്ടുള്ള ആളുകൾ ദയവായിട്ട് എടുക്കണ്ടേ. കിട്ടിയോ അവിടെ കിട്ടിയോ? കുടിച്ചാൻ ആശീല കിട്ടൂല. റൊമാൻസ് ഒന്നും ഇവിടെ വർക്ക് ചെയ്യണില്ല. എന്തെറിഞ്ഞുകൊടുത്താല് എല്ലാം എടുത്തോണ്ടവോ? കൈയ്യടി പ്രതീക്ഷിച്ചുകൊണ്ട് ഗംഭീരമായിട്ടൊരു ഡാൻസ് പെർഫോമൻസിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ വളരെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ആളുകൾ നിന്ന് കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ദയവായിട്ട് രണ്ട് സൈഡിലായിട്ട് ആളുകൾ നിൽക്കരുത് എന്ന് റിക്വസ്റ്റ് ആണ്.
ആശ്ലി അവിടെ ഉണ്ട്. വാവന്റെ അഭിഹിതം പൊക്കി ഗൈസ് കയ്യോടെ. സുന്ദരിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ. വെറുതെ എന്നോട് ആയിരിക്കും പറഞ്ഞേ. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ? വലൈക്കും അസ്സലാം. അന്ന് ഷെഗറൊക്കെ വിളിക്കുമ്പോണ്ടാവില്ല അടുത്ത്. ആശി അറിയില്ല. ഇവിടുന്ന് സസ്പെൻസ് പൊളിക്കല് വേഗം കേറിങ്ങളെ നല്ല റങ്കാവുള്ളൂ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരൊറ്റ ഫോട്ടോ കൂടി എടുക്കാനായിട്ടുണ്ട്. അതിനുശേഷം ഇനി മറ്റൊരു ധന്യമായിട്ടുള്ള ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നു. വളരെ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക. ജോയിൻ ചെയ്ത് നിൽക്കാം. ദയവായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കരുത്, നല്ല റിക്വസ്റ്റ് ആണ്. എവരിബഡി ദയവായിട്ട് എല്ലാവരും കേൾക്കുക. ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ ക്യാമറ എന്താണ് ഫാമിലി നമ്മൾ റിവീലാക്കുന്നു. ബാവന്റെ ഫാമിലി ജസ്റ്റ് കോട്ട് വാങ്ങിക്കിടുന്നുണ്ട്. ബാവന്റെ ഫാമിലി ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. നമ്മള് പോവല്ലേ? ഞങ്ങൾ പോവാണ്. അപ്പൊ ഞങ്ങൾ പോവാണ് ഗൈസ്. ബൈ. പക്ഷെ ആശിക്ക് തന്തമായി പോയി. നീ ഇത് കട്ട് ചെയ്യാൻ നിൽക്കണ്ട. കട്ട് ചെയ്യുന്നില്ല. ആശിന്റെ അടുത്ത് നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഭയങ്കര ലൈറ്റിങ്. ഇതിലൊരു കാര്യമില്ല. ആശി നമ്മളെ പഴയ ആശയത്തിൽ തിരിച്ചു വരണം. ഞാൻ വിളിച്ചാ പറഞ്ഞാ കേക്കണ പറഞ്ഞാൽ ബൈ ബൈ. ബൈ ഗൈസ്.